ഇനി കാണുന്നത് മാംഗല്യം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂ ആണ്. അതായത് ഇന്ന് രാത്രി കാണാനുള്ള എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ആണ് ഈ പറയുന്നത്. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് രാവിലത്തെ വീഡിയോയ്ക്ക് ഞാൻ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ധാരാളമായി മനസ്സുള്ള മലയാളികളല്ലേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇത്. അപ്പോൾ അത് കേട്ട് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും നന്ദി. ഇനിയും അതുപോലെ തന്നെ സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്ന് വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ അവന്തികയ്ക്ക് യഥാർത്ഥത്തിലുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ധനുഷിൻ്റെ കല്യാണം മുടക്കണം. ആ മുടക്കിയിട്ട് അതിൻ്റെ എല്ലാ കുറ്റങ്ങളും അർച്ചനയുടെ തലയിൽ വെച്ച് കൊടുക്കണം. അതിനുവേണ്ടി തന്നെയാണ് സച്ചി എന്താണ് ഇങ്ങനെ കടത്തിക്കൊണ്ട് പോയതും കിഡ്നാപ്പ് ചെയ്തൊക്കെ ഇങ്ങനെ ഈ ഒരു ഡ്രാമ കളിക്കുന്നത്. അപ്പോഴാണെങ്കിൽ രാവിലെയായി ഇന്ന് കല്യാണം നടക്കാനുള്ള ദിവസമായിട്ടും ഈ സച്ചിയുടെ കാത്തിൻ്റെ പത്തിനകത്ത് അർച്ചന എന്താണ് ഈ കല്യാണം മുടക്കാൻ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ അത് കണ്ടുകൊണ്ട് രാവിലെ എണീറ്റ് വന്ന് അടുക്കളയിൽ നോക്കുമ്പോൾ തന്നെ അനക്ക നിന്ന് ചായ ഇടുന്നതാണ് കാണുന്നത്. അപ്പോഴത്തേക്ക് അവന്തിക്ക് കൂടുതൽ ടെൻഷനായി. ആ ടെൻഷൻ്റെ പരവേശം കൊണ്ട് ഫ്രിഡ്ജിൽ നിന്ന് രാവിലെ തന്നെ തണുത്ത വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. അനക്ക കളിയാക്കുക, കുടിച്ചോ ചേച്ചിക്ക് ഇനി അങ്ങോട്ടേക്ക് ഈ കല്യാണം കൂടെ നടന്നു കഴിഞ്ഞാൽ പിന്നെ എന്നും ഇങ്ങനെ വെള്ളം കുടിക്കാനേ നേരം കാണത്തുള്ളൂ. അപ്പോഴത്തേക്കും അവന്തി ചോദിക്കും, നിനക്ക് എന്നെ ചുമ്മാ ചൊറിയാതിരിക്കാൻ പറ്റത്തില്ല അല്ലേ, കാണുമ്പോൾ ചൊറിയണം. നിനക്കേ ചൊറിയണമെങ്കിൽ ഈ വീട്ടിൽ വേറെ പല ആൾക്കാരുണ്ടല്ലോ, അവരെ പോയി ചൊറിയാൻ എന്താ? അതിന് ചേച്ചിയുടെ സ്വഭാവത്തിനല്ലേ ഇതൊക്കെ പറയേണ്ട ആവശ്യമില്ല. ഇവിടെ ഉള്ള മറ്റാർക്കും അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാത്തതുകൊണ്ടല്ലേ ചേച്ചിയോട് ഇതൊക്കെ പറയുന്ന അറിയുമ്പം ഇതേ അനക്കെ നീ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി ഇടപെടല്ലേ. ഞാൻ സച്ചി മോനെ കാണാത്തന്നെ അത്ര ടെൻഷൻ ഇരിക്കുമോ? ഒന്നുമില്ലെങ്കിൽ അവനെ ഞാൻ വളർത്തിയ മോനല്ലേ, അതിൻ്റെ ടെൻഷൻ തന്നെ എനിക്ക് സഹിക്കാൻ വയ്യ. അപ്പോഴാണ് നിൻ്റെ ഇങ്ങനത്തെ ഒരു ചൊറിഞ്ഞ വർത്താനം. ചേച്ചിക്കോ സച്ചിയേട്ടനെ കാണാത്തന്നെ ചേച്ചിക്കാണോ ഇത്ര ടെൻഷൻ? ആരും വിശ്വസിക്കും, പ്രത്യേകിച്ച് ഞാൻ നല്ലപോലെ വിശ്വസിക്കും. എൻ്റെ ചേച്ചിയുടെ കാര്യം എനിക്കറിയത്തില്ല, എനിക്കറിയാത്ത ചേച്ചിയൊന്നുമല്ല അവന്തിക ചേച്ചി. സച്ചിയേട്ടനെ കാണാത്തന്നെ ഏറ്റവും കൂടുതൽ ഉള്ളുകൊണ്ട് സന്തോഷിക്കുന്ന വ്യക്തി ചേച്ചി അല്ലാതെ മറ്റാരായിരിക്കും? പിന്നെ ഇതിൻ്റെ പിറകെ ചേച്ചിയും ആ വൃത്തിയായിട്ട് ധനുഷൻ തന്നെയാണോ ഈ കൈ എന്നുള്ളതും സംശയമില്ലാതില്ല. ദേ അനക്കെ നീ അറിയാത്ത കഥയെക്കുറിച്ച് അനാവശ്യമൊന്നും വിളിച്ച് പറയില്ല. ഞാൻ എന്തിനാണ് ഈ സച്ചി അങ്ങനെ തട്ടിക്കൊണ്ട് പോകാൻ നിൽക്കുന്നത്? അല്ല, എനിക്ക് ചെറിയ സംശയം ഉണ്ടായിരുന്നു. അർച്ചൻ്റെ അടുത്തേക്ക് ആ സംശയം ഇല്ലാതൊന്നുമില്ല. അർച്ചനയ്ക്ക് എന്തിനു സംശയം? നിന്നോട് ഞാൻ മറ്റൊരു കാര്യം പറഞ്ഞേക്കാം, ഇല്ലാത്ത കാര്യങ്ങൾ ഓരോന്നും നീയായിട്ട് സങ്കല്പിച്ച് പറഞ്ഞ് ആ അർച്ചനയുടെ മനസ്സിൽ കൂടെ അനാവശ്യമായ ടെൻഷൻ നീയായിട്ട് എന്താണ് കൊടുത്തിട്ട് അനാവശ്യ സംശയം കാണും എനിക്ക് നേരെ തിരിച്ചു വിടാൻ നിൽക്കേണ്ട. ഞാനായിട്ടൊന്നും പറയാൻ നിൽക്കേണ്ട. ഇന്നും നിങ്ങളോട് എൻ്റെ സ്വന്തം ചേച്ചി എന്ന ആ ഒരു പരിഗണന ഉള്ളതുകൊണ്ട് പറയുവാന്നേ ഉള്ളൂ. നിങ്ങൾ ഇതിൻ്റെ പിറകിനകത്ത് എങ്ങാണോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് മാറുന്നല്ലത്. കാരണം അർച്ചനേട്ടത്തിൻ്റെ മനസ്സിൽ ഇനി ഞാനായിട്ട് സംശയമൊന്നും വിതറി കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ പെരുമാറ്റത്തിൽ തന്നെ അവർക്ക് ആദ്യമേ നിങ്ങൾ സംശയമുണ്ട്. നിങ്ങളെയും ആ ധനുഷ് എന്ന് പറയുന്നവന് നല്ല സംശയം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കും അത് ചെറിയ സംശയമുള്ളായിരുന്നു. പക്ഷേ നിങ്ങൾ ഇന്നലെ രാത്രി വന്ന് ഈ ഭയങ്കരമായിട്ട് അർച്ചനേട്ടത്തി അങ്ങ് ആശ്വസിപ്പിക്കാൻ വേണ്ടി വന്ന് കളിച്ചൊരു നാടകം ഉണ്ടല്ലോ, അത് കണ്ടപ്പോൾ അർച്ചനേട്ടത്തിക്ക് ശരിക്കും സംശയമുണ്ട്. ആ സമയത്താണ് എനിക്കും നിങ്ങളുടെ അത്രയും സംശയം തോന്നിയത്. നിങ്ങളുടെ മറ്റവനും കൂടെ ചേർന്ന് ചെയ്ത പണിയാണോ ഇതെന്ന് ഉറപ്പാണെന്ന് എനിക്ക് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ചേച്ചിയോട് ഒരു സ്നേഹം ഇപ്പോഴും ഉള്ളതുകൊണ്ട് പറഞ്ഞേക്കാം, ചേച്ചി എങ്ങാണ് അതിൻ്റെ പിറകിലുണ്ടെങ്കിൽ മര്യാദയ്ക്ക് ആ പറയും ധനുഷിൻ്റെ തലയിലേക്ക് എല്ലാ കുറ്റങ്ങളും എടുത്ത് വെച്ച് കൊടുത്തിട്ട് സ്വന്തമായിട്ട് രക്ഷപ്പെട്ട് ഇവിടെ ഇന്ന് ഈ വീട്ടിൽ ജീവിക്കാൻ നോക്കി. എപ്പോഴും പോലെ രക്ഷപ്പെടുന്ന പോലെ ഈ വീട്ടിൽ തന്നെ സുഖമായിട്ട് ജീവിക്കുക. അല്ലാതെ പറയുന്ന കേട്ട് ചേച്ചിക്ക് ഇതിനകത്ത് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അവൻ്റെ തലയിൽ വെച്ചിട്ട് രക്ഷപ്പെട്ടാൽ ചേച്ചിക്ക് നല്ല പോലെ ജീവിക്കാം. അല്ലാതെ കാമുകനെ രക്ഷിക്കാനെങ്ങാണ് നോക്കി ചേച്ചി നിന്ന് കഴിഞ്ഞാൽ അവസാനം ആ കാമുകൻ്റെ കൂടെ ഒന്നുമില്ലാതെ ഈ വീട്ടിൽ നിന്ന് പടിയിറക്കി വിടുമ്പം ഒന്നും മിണ്ടാതെ ഇറങ്ങിപ്പോണ്ട് വരും. പിന്നെ ആ കാമുകൻ്റെ കൂടെ നിന്ന് എന്താണ് വഴിയിലായി ഇരുന്ന് തെണ്ടാം, അല്ലാതെ വേറൊന്നും കിട്ടത്തില്ല. അതാണോ വേണ്ടത്? ഇവിടെ തന്നെ എന്താണ് എപ്പോഴേയും പോലെ എന്താണ് പിടിച്ചു നിന്ന് ജീവിക്കുകയാണോ വേണ്ടതെന്നുള്ള കാര്യം ചേച്ചി സ്വന്തമായിട്ട് ആലോചിച്ചെടുക്കുക. ദേ നീ അറിയാത്ത കാര്യത്തിനകത്തൊന്നും കയറി ഇടപെടാൻ. എനിക്ക് സച്ചിയുടെ കാര്യത്തിനകത്ത് എനിക്കൊരു ബന്ധവുമില്ല. ഒരു ബന്ധവും ഇല്ലെങ്കിൽ അത് ചേച്ചിക്ക് കൊള്ളാം എന്ന് പറഞ്ഞിട്ട് എന്താണ് ഇനി ഇവിടെ നിന്നാൽ ശരിയാത്തില്ല. അതിൻ്റെ അവന്തിക അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഈ ചായയുടെ കപ്പം കൊണ്ട് നേരെ വന്ന് എന്താണ് സേതുമാധവൻ രാവിലെ എണീറ്റ് കഴിഞ്ഞു. അപ്പോൾ സേതുമാധവനെ കൊടുത്തിട്ട് അങ്ങളേതേ കോഫി എന്ന് പറഞ്ഞിട്ട് അനക്ക കൊടുക്കുക. അപ്പോഴും എന്താണ് അർച്ചനെ കാണാത്തതിനെ കുറിച്ചൊന്നും സേതുമാധവൻ ചോദിക്കുന്നത്. അപ്പോഴാണ് എന്താണ് അർച്ചന മെയിഡിൻ സ്റ്റെപ്പ് ഇറങ്ങി എന്താണ് ഡ്രസ്സ് ചെയ്ത് വരുന്നത്. അപ്പോഴത്തേക്കും നേരെ സേതുമാധവൻ നോക്കിയിട്ട് ചോദിക്കുക, മോൾ എങ്ങോട്ടൊക്കെയാണ് ഈ രാവിലെ എവിടെ പോവാണ്? അപ്പോഴത്തേക്കും എനിക്കങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല അച്ഛാ, എൻ്റെ സച്ചിയേട്ടനെ കാണാതായിട്ട് ഇത്രയും നേരമായില്ലേ. പിന്നെ മോളെ അതിന് നീ ഈ സമയത്ത് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് എന്ത് ചെയ്യാനാണ്? നിനക്ക് അവൻ എവിടാന്ന് വല്ല അറിയോ? എനിക്ക് എവിടാന്നൊന്നും അറിയത്തില്ല അച്ഛാ. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ സച്ചിയേട്ടനെ അന്വേഷിക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരും ഇവിടെ കല്യാണ തിരക്കിനകത്തല്ലേ? ആ കല്യാണ തിരക്കൊക്കെ കഴിഞ്ഞ് നിങ്ങൾ വരുന്നവരെ സച്ചിയേട്ടന് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ലാന്നൊന്നും കാത്തിരിക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല അച്ഛാ. മോളെ പോലീസ് അന്വേഷിക്കുന്നുണ്ടല്ലോ, അവർ വൈകിട്ടാകുമ്പോഴത്തേക്കും സച്ചി എന്താണ് വീട്ടിൽ കൊണ്ടുവരുമെന്ന് അവർ പറഞ്ഞല്ലോ. പിന്നെ എന്തിനാണ് നിനക്ക് എവിടാന്നറിയാൻ നീ എന്തിനാ പോകുന്നത്? അച്ഛൻ ഇതൊക്കെ പറയാൻ എളുപ്പമായി. കാരണം ഒരു മകൻ എന്താണ് നാട് വിട്ട് പോയിട്ട് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നപ്പം അച്ഛൻ അതുവരെ കാത്തുനിന്ന അച്ഛന് അങ്ങനെ ഇരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ അർച്ചനയ്ക്ക് അത് പറ്റത്തില്ല അച്ഛാ. കാണാതായിരിക്കുന്ന എൻ്റെ സച്ചിയേട്ടനെ എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ പറ്റത്തുള്ളൂ. അതിന് ഞാൻ ഇറങ്ങിയേ പറ്റത്തുള്ളൂ. അച്ഛന് ഞാൻ ഒരു കാര്യത്തിന് വാക്ക് തരാം, ഞാൻ തിരിച്ചു വരുന്നെങ്കിൽ ഈ വീട്ടിൽ എൻ്റെ സച്ചിയേട്ടനെ കൊണ്ട് മാത്രമേ ഞാൻ വരത്തുള്ളൂ. പിന്നെ എനിക്കൊന്നും സംഭവിക്കത്തില്ല. ഞാൻ
ഒറ്റയ്ക്കൊക്കെ പോയാലും അച്ഛൻ അത് ആലോചിച്ചൊന്നും അച്ഛൻ ടെൻഷൻ അടിക്കണ്ട. നിങ്ങളെല്ലാവരും കല്യാണ തിരക്കല്ലേ, നിങ്ങൾ ആ കാര്യം നോക്ക്. അർച്ചനയ്ക്ക് എന്ന് അർച്ചന മാത്രമേ ഉള്ളൂ എന്നിട്ട് അർച്ചന എന്താണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങും സേതുമാധവൻ ഒന്നും പറയല്ല. അപ്പം പിറകെ തന്നെ എന്താണ് ഓടി നമ്മുടെ ഈ അനക്ക പോവാണ്. ഏട്ടത്തി ഒന്ന് നിൽക്കി ഏട്ടത്തി, അർച്ചന ഏട്ടത്തി എങ്ങോട്ടേക്കായി പോകുന്നത്? അപ്പോഴത്തേക്കും അനക്ക കണ്ടിട്ട് അർച്ചന അവിടെ വാതിൽ നിൽക്കുമോ, എന്താ മോളെ ചോദിക്കുമ്പോഴത്തേക്കും അർച്ചന ഏട്ടത്തി എങ്ങോട്ടേക്കായി പോകുന്നത്, സച്ചിനെ എവിടെയാണെന്ന് അറിയാതെ എങ്ങനെ അന്വേഷിക്കാൻ, ഒറ്റയ്ക്ക് എന്തിനാ പോകുന്നത്, ഞാനും കൂടെ വരട്ടെ. അപ്പോഴത്തേക്ക് എന്താണ് അർച്ചന പറയുക, വേണ്ട മോളെ നീ കൂടെ വരണ്ട, ഈ കല്യാണം നിനക്ക് ഇഷ്ടമല്ല എന്ന് എനിക്കറിയാം, പക്ഷെ നിനക്ക് ഇഷ്ടമല്ലെങ്കിലും ഇന്ന ദിവസം ഈ കല്യാണത്തിന് നീ പങ്കെടുക്കണം. സച്ചിയേട്ടനെ അന്വേഷിക്കാൻ ഞാൻ പോകുന്ന പാത എങ്ങോട്ടേക്കാന്ന് എനിക്ക് ഒരു എത്തും പിടിയില്ലാത്ത, അവിടെ എന്തൊക്കെ അപകടം ഉണ്ടെന്നൊന്നും എനിക്കറിയത്തില്ല. ഞാൻ തിരിച്ചു വരുമെന്ന് പോലും ഉറപ്പില്ലാത്തൊരു യാത്ര ആയതുകൊണ്ടാണ് അർച്ചനടുത്ത് നിന്നെ കൂടെ കൂട്ടാത്തത്. പിന്നെ നീ എന്നോട് ചോദിച്ചല്ലോ കൂടെ വരാമെന്ന്, ഈ വീട്ടിൽ ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കാത്ത ആ ഒരു വാക്ക് ചോദിച്ചതിനകത്ത് അത് തന്നെ എൻ്റെ മനസ്സ് നിറഞ്ഞ പോലെ, അത് തന്നെ മതി. ചേട്ടല്ലാതെ അർച്ചനേട്ടത്തേക്ക് ജീവിക്കാൻ പറ്റത്തില്ല, സച്ചിദാനന്ദം ഇല്ലാതെ അർച്ചന ഇല്ല. ആ ഒരു അവസരത്തിനകത്ത് സച്ചിദാനന്ദനെ കണ്ടുപിടിക്കുക എന്നുള്ളത് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഇവിടെ ഓരോരുത്തർക്കും ഓരോ തിരക്കല്ലേ, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ എൻ്റെ സച്ചിനെ കണ്ടുപിടിക്കും, അത് പറ്റുമെന്നുള്ള കാര്യം എനിക്കൊരു പ്രതീക്ഷയുണ്ട്. എൻ്റെ ദൈവങ്ങളെല്ലാം എൻ്റെ കൂടെ നിൽക്കും, ആരെന്നെ കൈവിട്ടാലും ദൈവങ്ങൾ കൂട്ട് നിൽക്കും എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ്. ഞാൻ എൻ്റെ സച്ചിനെ കണ്ടെത്തുക തന്നെ ചെയ്യും. ഈ കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അർച്ചന ഒരിക്കലും തിരിച്ചു വരില്ല, അർച്ചന കാണില്ല എന്ന് പറയുമ്പോൾ ഏട്ടത്തി അങ്ങനെ പറയില്ല ഏട്ടത്തി, എന്നാലും മോളി ചോദിച്ചല്ലോ എൻ്റെ കൂടെ വരാമെന്ന്, അത് തന്നെ എനിക്ക് ധാരാളം മതി. നീ ഇവിടെ തന്നെ വേണം, അത് മറ്റൊന്നും കൊണ്ടല്ല, നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ ഇന്നത്തെ കല്യാണത്തിന് നീ പോകണം. ഞാൻ ഇത്രയും നേരം പറഞ്ഞ സച്ചിനെ കണ്ടുപിടിച്ചില്ലെങ്കിൽ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്, പക്ഷേ സച്ചിനെ എനിക്ക് കണ്ടു കിട്ടിയ ആ നിമിഷം ഞാൻ നിന്നെ വിളിക്കും. പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ നിനക്ക് പറഞ്ഞുതരാം, അതെല്ലാം നീ ഇവിടെ ചെയ്യണം. അങ്ങനെ ഇവരെ ജയിക്കാനായി നമ്മൾ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ട് അതിനു വേണ്ടി നീ ഇവിടെ തന്നെ കാണണമെന്ന് പറഞ്ഞിട്ട് എന്താണ് കല്യാണത്തിന് അറ്റൻഡ് ചെയ്യണം തന്നെയാണ് അനക്കയോട് പറഞ്ഞിട്ട് നേരെ അർച്ചന പോകുന്നത്. അപ്പോൾ അർച്ചന ഇറങ്ങാൻ നിൽക്കുമ്പോഴത്തേക്കും ഈ ധനുഷിൻ്റെ കാർ വരുമോ, ധനുഷിൻ്റെ കാറിൻ്റെ മുന്നിൽ തന്നെ അർച്ചന നിന്നിട്ട് ധനുഷ് ഇറങ്ങാനായി കാത്തിരിക്കുക. അതായത് ധനുഷ് 4 വർത്താനം കൊടുത്തിട്ടേ അർച്ചന പോകുന്നുള്ളൂ. അർച്ചന വെല്ലുവിളിക്കുകയാണ് ധനുഷിനെ, നിൻ്റെ മുഖത്ത് ഇതാ ഇപ്പം കാണുന്ന ചിരിയുണ്ടല്ലോ, എല്ലാം സാധിച്ചെടുത്തു, നീ തന്നെ ജയിച്ചു എന്നുള്ള ആ ചിരി, അത് കാണുമ്പോൾ എനിക്കറിയാം അർച്ചനയെ നീ തോപ്പിച്ചു എന്നുള്ളതിൻ്റെ സന്തോഷമല്ലേ, ആ സന്തോഷം നിനക്ക് തോനെ നാൾ കാണത്തില്ല ധനുഷേ. ഇന്ന് തന്നെ നിൻ്റെ ഈ സന്തോഷനെ ഇല്ലാതാക്കും. അർച്ചന ഇറങ്ങിയിരിക്കുന്നത്, അർച്ചന സച്ചിനെ കൊണ്ടല്ലാതെ അർച്ചന വരത്തില്ല. നീ എവിടെയൊക്കെയാണ് സച്ചിനെ കൊണ്ടിട്ടെങ്കിലും ഞാൻ സച്ചിനെ കൊണ്ടേ വരത്തുള്ളൂ. ഞാൻ വരുന്നുണ്ടടാ, ഇന്നത്തെ ദിവസം നിൻ്റെ ഈ കല്യാണം ഉറപ്പായിട്ട് മുടക്കിയിരിക്കും. ഞാൻ അത് ഒറ്റയ്ക്കാവത്തില്ല, അർച്ചന പറഞ്ഞ പോലെ സച്ചിയേട്ടനെയും കൂട്ടിക്കൊണ്ട് തന്നെ വന്ന് നിൻ്റെ കല്യാണം മുടക്കുന്നു, ഞാൻ മുടക്കും. ഇതേടെ ധനുഷ് എന്നാണ് ഒരു ചെറിയ പുച്ഛഭാവം ഒക്കെ ഉള്ള അർച്ചന പറയുന്നത് കേട്ടിട്ടും നീ എവിടെ നിന്ന് കണ്ടുപിടിക്കാനാണ്, കാരണം എൻ്റെ ആൾക്കാർ അവനെ മാറ്റേണ്ട സ്ഥലത്തേക്ക് ഇനി മാറ്റി, ഇനി അങ്ങോട്ടേക്കൊന്ന് എത്തിപ്പിടിക്കാൻ നിനക്ക് പറ്റത്തില്ല ധൈര്യത്തിനകത്ത് ഭയങ്കര എന്താണ് ധൈര്യത്തോടു കൂടി നീ ചെയ്യാൻ പല ചെയ്യടി എന്ന ഭാവത്തിൽ തന്നെ നോക്കുക. അപ്പോഴത്തേക്ക് അർച്ചന ഇത് പറഞ്ഞിട്ട് അർച്ചന അങ്ങ് ഇറങ്ങും. അർച്ചന ഇറങ്ങിയിട്ട് അർച്ചന റോഡിൽ കൂടെ നടക്കുമ്പോഴാണ്, ഒരു ഓട്ടോ പോലും പിടിക്കാതെ അർച്ചന നടന്നാൽ പോകുന്നത്. അപ്പോൾ അർച്ചന എന്താണ് കരഞ്ഞുകൊണ്ട് പോവാണ്. അപ്പോൾ കരഞ്ഞുകൊണ്ട് പോകുമ്പോൾ ഒക്കെ ആലോചിക്കുന്നത് സച്ചിയായിട്ടുള്ള നല്ല നിമിഷങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയത്താണ് സന്ദീപിനെ കാണുന്നത്. അപ്പോൾ സന്ദീപ് എന്താണ് ആദരെ ആശ്വസിപ്പിക്കുകയാണ്. സച്ചിയേട്ടനെ കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞോ എന്നൊക്കെ ചോദിക്കുമ്പോൾ സച്ചിയേട്ടൻ്റെ കാര്യം നീ ടെൻഷൻ അടിക്കേണ്ട, ഇന്ന് വൈകിട്ടല്ലേ നിനക്ക് എന്താണ് ഡെലിവറി ടൈം, അതുകൊണ്ട് നീ സാധാരണമായിട്ട് ഇരിക്കാൻ നോക്കും, നമ്മൾ ഇത്രയും നാൾ കാത്തിരുന്ന നിമിഷമല്ലേ, ഇതോടെ നമ്മുടെ എല്ലാ രീതിയിൽ ടെൻഷൻസും മാറുന്ന ദിവസമല്ലേ എന്ന് പറയുമ്പോഴത്തേക്കും ആദര പറയും, സന്ദീപ് നിൻ്റെ മനസ്സിൽ എന്തുമാത്രം ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം നിൻ്റെ മുഖം കണ്ടാൽ എനിക്കറിയാം, സച്ചിയേട്ടൻ്റെ കാര്യം, എൻ്റെ കാര്യം, പിന്നെ എന്താണ് ഇന്നത്തെ സ്നേഹയുടെ കല്യാണം, എല്ലാ ടെൻഷനും മനസ്സിൽ ഒതുക്കി വെച്ചിട്ട് നീ എന്നെ ഇത്രയും മാത്രം കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ അവർ തമ്മിൽ റൊമാൻറ്റിക്കായിട്ട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. റൊമാൻറ്റിക് എന്ന് പറയുമ്പോൾ ഒരു കരുതൽ, സ്നേഹത്തിൻ്റെ റൊമാൻസിൻ്റെ ഏറ്റവും വലിയൊരു ഭാഗം എന്ന് പറയുന്നത് കരുതലാണ്, പരസ്പരമുള്ള കരുതലും സ്നേഹവും ആ ഒരു ഭാഗമാണ് കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്ന അർച്ചന ഇങ്ങനെ കരഞ്ഞുകൊണ്ട് നടന്നു പോകുമ്പോഴത്തേക്കും ഗംഗയെ കാണണം. അപ്പം ഗംഗ കാർ ഓടിച്ച് വരുമ്പോൾ അർച്ചനയെ കാണുമ്പോഴത്തേക്കും അങ്ങ് കാർ നിർത്തിയിട്ട് നേരെ പുറത്തിറങ്ങണം. അപ്പം പുറത്തിറങ്ങുമ്പോഴത്തേക്കും സംസാരിക്കുമ്പോഴത്തേക്കും നീ എങ്ങോട്ടേക്കാണ്, അപ്പോഴത്തേക്കും അവിടെ പറയുന്നത് സച്ചിയേട്ടനെ ഇങ്ങനെ കാണാനില്ല, ഇങ്ങനത്തെ എല്ലാ കാര്യം പറയുമ്പോഴത്തേക്കും നീ അതിനു വേണ്ടി ഇത്രയും നടന്ന് എത്ര ദൂരം നടക്കുക അർച്ചന, എവിടെയാണെന്നൊന്നും അറിയത്തില്ലല്ലോ, നീ ബാ നമുക്ക് സച്ചിയുടെ കാറ് കണ്ടെത്തി അവിടെ പോകാം, അവിടെ നമുക്കൊന്നും കിട്ടാതിരിക്കുക, അവിടെ നിന്നൊക്കെ പോലീസൊക്കെ നോക്കിയിട്ട് പോലീസിന് ഒന്നും കിട്ടിയിട്ടില്ല, പിന്നെ നമ്മൾ എന്താ അന്വേഷിക്കുക, പോലീസിനെ കാണാൻ പറ്റാത്ത എന്തെങ്കിലും കാര്യം നമുക്ക് കണ്ടു കിട്ടിയാലും നീ ബാ നമുക്ക് എന്താണ് കാറിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്നിട്ട് അവർ രണ്ടുപേരും എന്താണ് കാറിൽ തന്നെ സച്ചിയുടെ കാറ് പോലീസ് കണ്ടെത്തിയിട്ട സ്ഥലമുണ്ടല്ലോ അങ്ങോട്ടേക്ക് പോകണം, ബീച്ച് റോഡിലേക്ക് പോകണം. ഇതേ സമയത്ത് തന്നെയാണ് ഈ പാർവതി എന്താണ് അമ്പലത്തിൽ പോയിട്ട് നേരെ വരുന്നത്. അപ്പം പ്രസാദം കൊണ്ട് വരുമ്പോഴത്തേക്കും നേരെ ആ സച്ചിയുടെ കാറിൻ്റെ അങ്ങോട്ടേക്ക് പാർവതി ക്രോസ് ചെയ്യുമ്പോൾ പാർവതിക്ക് എന്തോ ഒരു എന്താണ് എന്തൊക്കെയോ മിന്നുന്നുണ്ട്. ആ മിന്നുന്നത് പാർവതി തോന്നുന്നതിൻ്റെ കാര്യം ഇവിടെ എന്തോ സംഭവിച്ചു. അപ്പം സച്ചിയുടെ മുഖം വരുന്നുണ്ട്, അതുപോലെ കരഞ്ഞ അർച്ചനയുടെ മുഖം വരുന്നുണ്ട്. അപ്പം അവിടെ എന്തോ ആർക്കോ ഒരു പ്രശ്നം വന്നു, അയ്യോ എൻ്റെ ദൈവങ്ങളെ കാത്തോളനെ വന്നിട്ട് പാർവതി എന്താണ്
മനസ്സിനകത്ത് ചിന്തിച്ചിട്ട് പ്രാർത്ഥിക്കുന്ന കാണിക്കണം. അപ്പോഴത്തേക്ക് നേരെ അച്ഛനെയും ഗംഗയും കൂടെ വന്നിറങ്ങുന്ന കാണുമ്പം നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകണമെന്നുള്ള കാര്യം എനിക്കറിയാം, നിങ്ങൾക്ക് പോകേണ്ട സ്ഥലം എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് ഈ കറക്റ്റ് ഈ സച്ചിനെ എവിടെ ആയിരിക്കും കെട്ടിയിട്ടിരിക്കുന്നുള്ളതിൻ്റെ എല്ലാ ലൊക്കേഷനും പറഞ്ഞിടും. അപ്പോൾ അർച്ചന പറയും എനിക്ക് ഈ സ്ഥലമൊന്നും അറിയത്തില്ല, എൻ്റെ കൂടെ വന്നൊന്ന് കാണിച്ചു തരുമോ. എന്നിട്ട് പാർവതി അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുന്നതും കാണിച്ചാണ് ഇനി കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ നെക്സ്റ്റ് എപ്പിസോഡ് എൻ്റെ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് അടുത്ത കാണാൻ പോകുന്ന മാംഗല്യം സീരിയൽ ഫുൾ എപ്പിസോഡ് റിവ്യൂ. അപ്പോൾ എല്ലാവരും കാണുമോ, ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ഐക്കൺ പ്രസ് ചെയ്യുന്നതിന് കമൻസ് ഷെയർസ് ലൈക്സിന് ആരും മറക്കണ്ട കേട്ടോ. ബൈ.